കടുത്തുരുത്തി അർബൻ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം. കടുത്തുരുത്തി മാന്നാർ പൂമംഗലം ശാന്തമ്മ സഹോദരിയും DCC മെമ്പറുമായ മഹിളാമണിയമ്മയുമാണ് ബാങ്കിന്റെ മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ആശുപത്രിയിൽ പോയിട്ട് തിരികെ വന്ന ശാന്തമ്മയെ അകത്ത് കയറ്റാതെ കടുത്തുരുത്തി അർബൻ ബാങ്ക് വീട് ജപ്തി ചെയ്തെന്ന് കടുത്തുരുത്തി 19-ാം വാർഡിൽ താമസിക്കുന്ന പൂഴിക്കോൽ മാന്നാർക്കരയിൽ പൂമംഗലം വീട്ടിൽ സദാശിവൻ നായരുടെ ഭാര്യ ശാന്തമ്മയുടെ പരാതി. ശാന്തമ്മയും ഭർത്താവ് സദാശിവൻ പിള്ളയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. രാവിലെ ആശുപത്രിയിൽ പോയി തിരിച്ചു വരുന്ന വഴി വീട്ടിലെത്തിയപ്പോൾ മരുന്നും ആഹാരവും പോലും എടുപ്പിക്കാതെ പുറകിലെ വാതിൽ പൊളിച്ച് അകത്ത് കടന്ന് താഴിട്ടുപൂട്ടി സീൽ ചെയ്ത് വീടും സ്ഥലവും ജപ്തി ചെയ്തുവെന്നാണ് ശാന്തമ്മ പറയുന്നത്. ഒരാളെ തേജോത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഏത് മനുഷ്യരുണ്ടാകും, നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. അങ്ങനെ എത്രയോ പേർക്ക് എന്തുമാത്രം കടങ്ങൾ ഈ ബാങ്കിൽ തന്നെ ഉണ്ട്. പിന്നെ അവരാരും കോടികളൊക്കെ ഉണ്ടായിട്ട് പോലും ആ കോടികൾ ഞങ്ങൾ ഈ പാവപ്പെട്ടവരുടെ എന്തിനാണ് ഇങ്ങനത്തെ കാണിക്കുന്നത്? എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പൈസ അടച്ചോണ്ടിരിക്കുക, അടയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. സ്ഥാപനത്തിന് വായ്പ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാതിരിക്കാൻ പറ്റിയല്ല. സ്വാഭാവികമായിട്ടും എടുത്ത വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ സ്ഥാപനം നശിച്ചു. നമ്മളും സഹകരണ മേഖല ദീർഘകാലം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അല്ല, സാമ്പത്തികോട് ഞാൻ ചോദിക്കുന്നുള്ളൂ. പുള്ളി പറഞ്ഞു. കടുത്തുരുത്തി അർബൻ ബാങ്കിൽ നിന്നും ശാന്തമ്മയും മകനും കക്ഷി ചേർന്നുകൊണ്ടാണ് 7 ലക്ഷം രൂപ ലോൺ എടുത്തത്. ഇപ്പോൾ പലിശയും കൂട്ടുപലിശയും ചേർത്ത് 18,26,300 രൂപയോളമായി എന്നും ഇവർ പറയുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ജപ്തി നടപടികൾ നടന്നത്. ഉടുതുണി മാറുവാനോ ആഹാരം കഴിക്കുവാനോ മരുന്ന് പോലും എടുക്കുവാൻ ബാങ്ക് അധികൃതർ സമ്മതിച്ചില്ല എന്നും മാർച്ച് 28-ാം തീയതിക്കകം പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു വിട്ടുവീഴ്ചയും നൽകിയില്ല എന്നും ശാന്തമ്മ പറഞ്ഞു. കുടിശ്ശിക തുകയായ 9 ലക്ഷം രൂപ അടച്ചാൽ വീട് തുറന്നു കൊടുക്കാമെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.